ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് +2 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനാണ്. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഇനി നിങ്ങൾക്ക് സ്റ്റഡി പ്ലാനൊക്കെ പുറകെ വരുന്നതായിരിക്കും, +1ൻ്റെയും +2ൻ്റെയും 10ത്തിൻ്റെയൊക്കെ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടാലേ നിങ്ങൾക്കതൊക്കെ കിട്ടുള്ളൂ. ഫസ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ആണോ പ്രധാനം അതോ +2ൻ്റെ മെയിൻ എക്സാം ആണോ പ്രധാനം എന്ന് നമ്മൾ ആലോചിക്കുക. ഒരു സംശയമില്ലാതെ നമുക്ക് പറയാം, +2ലെ മെയിൻ എക്സാം തന്നെയാണ് നമുക്ക് എപ്പോഴും ഇമ്പോർട്ടൻറ്റ്. സ്കൂൾ തുറന്ന് ജൂൺ തൊട്ട് ഓണം വരെ നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കും. പിന്നെ അതിനുശേഷം കലോത്സവം, സ്പോർട്സ്, ശാസ്ത്രമേള, സ്കൂൾ ടൂർ എന്നിങ്ങനെയൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് നടക്കുമ്പോഴത്തേക്കും നമ്മൾ പഠിത്തത്തിൻ്റെ കാര്യം മറന്നുപോകും. ഇനി ആകെ 27 ദിവസവും കൂടി മാത്രമേ ഉള്ളൂ ക്രിസ്മസ് എക്സാമിന്. ഇന്നത്തെ ദിവസം കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ക്രിസ്മസ് എക്സാമിന് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളന്ന് ചാനലൊന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്കത് കിട്ടുന്നതായിരിക്കും. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കലോത്സവം, സ്പോർട്സ്, ടൂർ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പഠിത്തത്തിൻ്റെ നല്ല ടൈം ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ എങ്ങനെയാണ് ക്രിസ്മസ് എക്സാമിന് നല്ല മാർക്ക് വാങ്ങിയെന്നുള്ള വീഡിയോ ആണ് കേട്ടോ ഞാൻ പറഞ്ഞ ക്രിസ്മസ് എക്സാം സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെയാണ് പഠിച്ചതെന്നൊക്കെ ഉള്ളതാണ് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും ആ വീഡിയോ ഒന്ന് പോയി കാണും കേട്ടോ. ഈ ഓണം കഴിഞ്ഞിട്ട് ക്രിസ്മസിന് മുന്നേ പഠിപ്പിക്കുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. ആ സമയത്താണ് നമ്മൾ ക്ലാസ്സിൽ നിന്ന് ബങ്ക് ചെയ്ത് നമ്മൾ ഓരോ പ്രാക്ടീസിനൊക്കെ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് നല്ല സ്പീഡിലായിരിക്കും പഠിപ്പിക്കുന്നത്, എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റുമായിരിക്കും പഠിപ്പിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് +2ലെ ആ ഇമ്പോർട്ടൻറ്റ് കണ്ടൻസുമായിട്ട് നമ്മൾ ഒട്ടും ഫെമിലിയർ അല്ല. പക്ഷേ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി അത് +1ൽ പഠിച്ചതാണ്. പിന്നെ അത് ജസ്റ്റ് ഒന്ന് പൊടി തട്ടി എടുത്താൽ മാത്രം മതി. പക്ഷേ +2ൻ്റെ കാര്യം അതല്ല, നമുക്ക് ആ കണ്ടൻറ്റ് ഒന്നും അറിയാൻ മേല. നമ്മൾ ആ സമയത്ത് ക്ലാസ്സിൽ കയറിയിട്ടില്ല. അഥവാ ആ ടൈമിൽ നമ്മൾ ക്ലാസ്സിലുണ്ടായിരുന്നെങ്കിൽ പോലും ഫ്രണ്ട്സിനോട് സംസാരിക്കുക, പിന്നെ അതുപോലെ നമ്മൾ ടയേർഡായിട്ടിരിക്കുമ്പോൾ നമ്മളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചിരിക്കണമെന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതണമെന്ന് വിചാരിച്ചതല്ല. കാരണം ഞാൻ +2 മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ല. പിന്നെ ഇമ്പ്രൂവ്മെൻറ്റിനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതും പഠിക്കാൻ നേരമില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഞാൻ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ എൻ്റെ ടീച്ചറിനോട് പറഞ്ഞത്, ചുമ്മാ കൊടുത്തിട്, ഇമ്പ്രൂവ്മെൻറ്റ് ചുമ്മാ കൊടുത്തിട്, ആ സമയത്ത് പറ്റുമെങ്കിൽ മാത്രം എഴുതാനാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇമ്പ്രൂവ്മെൻറ്റിന് കൊടുത്ത വിഷയം എന്ന് പറയുന്നത് ഞാൻ 2 എണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു. ബയോളജിയും മാത്സും ആണ് കേട്ടോ കൊടുത്തിരുന്നത്. ക്രിസ്മസ് എക്സാമിൻ്റെ അവസാന പോർഷൻസും അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള പോർഷൻസുമാണ് ഓണം കഴിഞ്ഞിട്ടൊക്കെ ഞങ്ങളുടെ എടുത്തിരുന്നത്. പരമാവധി ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് അപ്പം തന്നെ പഠിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കാറുണ്ടായിരുന്നു. എൻ്റെ മൊത്തം ഫോക്കസ് +2 ആയിരുന്നു കേട്ടോ. പിന്നെ വീക്കൻസി മാത്രമാണ് +1ൻ്റെ നോക്കിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ വർഷം എൻ്റെ മൈൻഡിൽ ഈ സമയത്തുണ്ടായിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് എക്സാമിന് നന്നായിട്ട് പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങുക എന്നുള്ളതായിരുന്നു. കാരണം നമ്മുടെ മെയിൻ എക്സാമിൻ്റെ ഒട്ടുമിക്ക ചോദ്യങ്ങളും ഈ ക്രിസ്മസ് എക്സാം പോർഷനിൽ നിന്നാണ് കേട്ടോ വരാറ്. അപ്പോൾ നമുക്ക് അത്രയും പോർഷൻസ് പഠിച്ച് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഇച്ചിരിയല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് കുറേ ആശ്വസിക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ ക്രിസ്മസ് എക്സാമിന് നല്ല മാർക്ക് വാങ്ങാൻ നോക്കിട്ടോ. കാരണം നമ്മൾ ആ സമയത്ത് മാർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് കിട്ടും. കാരണം നമ്മൾ അത്രയും പോർഷൻസ് പഠിച്ച് കഴിഞ്ഞല്ലോ എന്നൊരു കോൺഫിഡൻസ് കിട്ടും. പിന്നെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ടുള്ള ആ വെക്കേഷന് ഞാൻ +1ൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ പഠിച്ചിരുന്നത്. അതിനുശേഷം പിന്നെ ജനുവരി കയറി. അപ്പോൾ നമ്മുടെ പ്രാക്ടിക്കലിൻ്റെ എല്ലാം, പിന്നെ അതിൻ്റെ മോഡൽ, അതിൻ്റെ മെയിന്, പിന്നെ അതിനുശേഷം പിന്നെ നമ്മൾ +2 മാത്രമായിരുന്നു ഫോക്കസ്. പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ തലേ ദിവസവും ആ രാത്രിയിലൊക്കെ ലൈവ് കണ്ടിട്ടാണ് കേട്ടോ പഠിച്ചത്. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി പഠിച്ചിരുന്നത്. എന്നിട്ട് എനിക്ക് നല്ല മാർക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇമ്പ്രൂവ്മെൻറ്റ് എഴുതിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നിങ്ങളുടെ ഫസ്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഇംഗ്ലീഷാണ്, മാർച്ച് 5-നാണ്. അപ്പം അതിന് നമ്മൾ കുറച്ച് നേരത്തെ എന്തെങ്കിലുമൊക്കെ പഠിച്ച് വെക്കുക. കാരണം പിറ്റേ ദിവസം ഫിസിക്സാണ് +2ൻ്റെ. അപ്പോൾ അത്യാവശ്യം നേരത്തെ പഠിച്ച് വെക്കുക, നോട്ടൊക്കെ ഉണ്ടാക്കി പഠിക്കുക. എന്നിട്ട് തലേ ദിവസം ജസ്റ്റ് നോക്കുക. പിന്നെ ലൈവുകളൊക്കെ കാണുക, രാവിലത്തെ ലൈവൊക്കെ കാണുക, ലേബറിൻ്റെയൊക്കെ വായിക്കുക. അങ്ങനെയാണ് ഇംഗ്ലീഷൊക്കെ പഠിക്കേണ്ടത്. തൊട്ടുപുറകെ പിറ്റേ ദിവസം ഫിസിക്സ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി നന്നായിട്ട് പഠിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കാരണം +1ന് നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല, +2നാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. പിന്നെ തലേ ദിവസം +1 കുത്തിയിരുന്ന് പഠിക്കുക.
പിന്നെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ പ്ലസ് ടുവിൻ്റെ എക്സാം 7-ാം തീയതിയാണ്. പിന്നെ 10-ാം തീയതി കെമിസ്ട്രി ഉണ്ട്. അപ്പോൾ പ്ലസ് വണ്ണും പ്ലസ് ടുവിൻ്റെ ഒരു എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളൊരു സ്റ്റഡി പ്ലാൻ ഞാൻ വേറെ തന്നെ ചെയ്യാം കേട്ടോ. എനിക്ക് തോന്നുന്നില്ല ആരും സെക്കൻഡ് ലാംഗ്വേജ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുമെന്ന്. കാരണം ഞാൻ പഠിച്ചുകൊണ്ട സമയത്തൊന്നും ആരും അങ്ങനെ സെക്കൻഡ് ലാംഗ്വേജ് ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾ അഥവാ ചെയ്യുന്നുണ്ടെങ്കിൽ 11-ാം തീയതിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് തൊട്ട് പിറ്റേ ദിവസം 12-ാം തീയതി നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ട്. അത് കഴിഞ്ഞ് 13-ാം തീയതി നിങ്ങളുടെ കെമിസ്ട്രിയുടെ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ അത്ര ഗ്യാപ്പില്ല. അപ്പോൾ കെമിസ്ട്രിയൊക്കെ നേരത്തെ പഠിച്ചു വെക്കണം. അതായത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പറ്റുമെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ ഡെയിലി പഠിക്കുന്ന ഒരു 1 അവർ അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ പ്ലസ് വണ്ണിന് കൊടുക്കുക. അല്ലെങ്കിൽ വീക്കെൻഡിൽ ഫുൾ പ്ലസ് വണ്ണിന് ഇതിന് കൊടുക്കുക. പിന്നെ വെക്കേഷൻ ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നിങ്ങൾ പ്ലസ് വണ്ണിന് കൊടുക്കുക. കാരണം കെമിസ്ട്രി ഒന്നും പഠിക്കാൻ സമയമില്ല. അപ്പോൾ കെമിസ്ട്രിയൊക്കെ നേരത്തെ നോക്കി വെക്കണം. അത് കഴിഞ്ഞ് 16-ാം തീയതി ഒരു 3 ദിവസം ഗ്യാപ്പുണ്ട് ബയോളജി. അപ്പോൾ ബയോളജിക്ക് അത്ര ഗ്യാപ്പ് മതി. നിങ്ങൾ PYQs ഒക്കെ ചെയ്യുക, ലേബർ ഇന്ത്യ. പിന്നെ ക്ലാസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുക. അവർ എക്സാമിനറോ സൈലമോ അവർ കൊടുക്കുന്ന എല്ലാ ലൈവും ഒരു ചാനലുകാർക്കൊരു പ്ലാൻ ഉണ്ടാവുമല്ലോ, ആ ഒരു ചാനലിൻ്റെ പ്ലാനായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുക. ഞാൻ അങ്ങനെയായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ചാനലെടുത്തിട്ട് അവർ പറയുന്ന പ്ലാനിലായിരുന്നു ഞാൻ മുന്നോട്ട് പഠിച്ചുകൊണ്ടിരുന്നത്. അതുകൂടാതെ എക്സ്ട്രായും ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു ആ കൂടെ തന്നെ. എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പഠിച്ച, അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വെക്കേഷന് വീക്കെൻഡ്സിലൊക്കെ പഠിച്ചത് ഞാൻ ഓൾറെഡി നോട്ടാക്കി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അതിൻ്റെ കൂടെ തന്നെ റിവൈസ് ആക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ആ 3 ദിവസം ബയോളജിക്കായിട്ട് മാത്രം എടുക്കാതെ തൊട്ട് പിറ്റേ ദിവസം 17-ാം തീയതി മാത്സ് എക്സാം ഉണ്ട്. അപ്പം അതിനും കൂടെ 1-2 ദിവസം ബയോളജിക്ക് പഠിക്കുന്നതിൻ്റെ കൂടെ എടുക്കുക. അതൊക്കെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. അതൊക്കെ നിങ്ങൾ തന്നെ ഒരു പ്ലാൻ ഇടുക. ഇപ്പം ഞാൻ പറഞ്ഞതനുസരിച്ച്. അപ്പം നിങ്ങൾ പ്ലസ് ടുവിലെ മാത്സ് ഓൾറെഡി പഠിച്ചതാണെങ്കിൽ ആ 3 ദിവസത്തിൽ 1 ദിവസം മാത്രം എടുത്താൽ മതി. ബാക്കി 2 ദിവസം ബയോളജിക്ക് കൊടുക്കുക. പിന്നെ 18-ാം തീയതി പ്ലസ് വണ്ണിൻ്റെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ എക്സാം ഉണ്ട്. പിന്നെ 23-ന് നിങ്ങൾക്ക് ഫിസിക്സിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ പഠിക്കാൻ അത്രയും ദിവസമുണ്ട്. പക്ഷേ അത് ഫിസിക്സിന് മാത്രം ഇമ്പ്രൂവ്മെൻറ്റ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. തൊട്ട് പിറ്റേ ദിവസം നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ ബയോളജി ഉണ്ട്. ഒരു 5 ദിവസം ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും നിങ്ങൾ പ്ലസ് ടുവിൻ്റെ ബയോളജി നേരത്തെ പഠിച്ച് വെക്കുകയാണെങ്കിൽ അതിൽ 2 ദിവസം നിങ്ങൾക്ക് ബയോളജി റിവൈസ് ആക്കാനും ബാക്കി 3 ദിവസം ഫിസിക്സും പഠിക്കാൻ നിങ്ങൾക്ക് എടുക്കാം. അത് കഴിഞ്ഞ് 27-ാം തീയതി നിങ്ങളുടെ മാത്സിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമാണ്. 24-ാം തീയതി വൈകിട്ട് തൊട്ട് 25, 26 2 ദിവസത്തെ ഗ്യാപ്പാണ് നിങ്ങൾക്ക് മാത്സിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് കിട്ടുന്നത്. അപ്പോൾ അത് നന്നായിട്ട് യൂട്ടിലൈസ് നന്നായിട്ട് പഠിക്കുക. പിന്നെ മാത്സിൻ്റെ എക്സാം കഴിഞ്ഞ് തൊട്ട് പിറ്റേ ദിവസം പ്ലസ് ടുവിൻ്റെ ഇംഗ്ലീഷ് എക്സാമാണ്. അതിന് ഓൾറെഡി നേരത്തെ പഠിച്ചും വെക്കുക. അപ്പോൾ നിങ്ങളൊരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങുക. അത് നാളത്തേക്കായിട്ട് മാറ്റി വെക്കേണ്ട. എൻ്റെ ഒരു സ്വഭാവമായിരുന്നു ഇങ്ങനെ നാളെ തൊട്ട് പ്രൊഡക്റ്റീവായിട്ട് തുടങ്ങാം. ഇന്ന് ഏതായാലും ഇപ്പം പകുതി ദിവസം കഴിഞ്ഞിട്ടില്ലേ, അപ്പോൾ ഇനി നാളെ തൊട്ട് തുടങ്ങാമെന്ന് എപ്പോഴും എൻ്റെ മൈൻഡ് ഇങ്ങനെ പറയുന്നതാണ്. പക്ഷേ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. ടൈം വളരെ കുറവാണ്. നിങ്ങൾ ഇപ്പം തന്നെ തുടങ്ങുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ബായ്.